സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് യു ഷറഫ് അലി ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷറഫ് അലി, ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുള്ളത്. സർക്കാരിന് യഥാർത്ഥത്തിൽ വീഴ്ച പറ്റിയോ? അല്ല, കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ. അത് റിപ്പോർട്ട് കണ്ടെങ്കിലല്ലേ നമുക്ക് ഗുരുതരമായ വീഴ്ച ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ടിട്ടാണ് പറഞ്ഞത്. ഷറഫ് അലി, നമ്മൾ വായിച്ചു അത്. അല്ല, എനിക്കറിയില്ല. മന്ത്രിയുടെ പ്രസ്താവനയാണ് ഇപ്പൊ ഞാൻ കണ്ടത്. റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ അതിൽ കണ്ടെത്തലുകൾ ഇപ്പൊ പുറത്തു പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ സർക്കാർ ഈ കാര്യത്തിൽ പണമൊന്നും ചെലവാക്കിയിട്ടില്ല എന്നാണ് എന്റെ ഒരു അറിവ്. അല്ല, പണം ചെലവാക്കിയില്ല എന്നുള്ളതല്ല, അത് സംബന്ധിച്ചൊരു ഫയൽ സർക്കാരിനുണ്ടായിരുന്നു. കായിക മന്ത്രി പൊതു ഫണ്ട് ഉപയോഗിച്ച് സ്പെയിനിലേക്ക് പോയതാണ്. അത് സംബന്ധിച്ചൊരു ഫയലുണ്ട്. പക്ഷെ ഒരു നടപടിക്രമവും പാലിച്ചില്ല ഇതുമായി ബന്ധപ്പെട്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അല്ല, സ്പെയിനിൽ പോയത് അന്ന് മന്ത്രി തന്നെ വിശദീകരിച്ചല്ലോ. സ്പെയിനിൽ പോയത് ഇതിനു വേണ്ടിയിട്ടല്ല, വേറെ പർപ്പസിന് പോയപ്പോ ഈ കാര്യം ചർച്ച ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. വേറെ എന്ത് കാര്യത്തിന് പോയെന്ന് മന്ത്രി വിശദീകരിച്ചില്ല പറഞ്ഞെന്നാണ് എന്റെ അറിവ്. അന്നത്തെ കായിക വകുപ്പ് മന്ത്രി അത് വിശദീകരിക്കാൻ. അതല്ല, ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പിന് ഒരു ഫയൽ ഉണ്ടല്ലോ. ആ ഫയൽ പ്രകാരം സർക്കാർ അനുമതി ഇല്ലാതെയാണ് കരാർ ഒപ്പിട്ടത്. കരാർ ഒപ്പിട്ടു എന്ന് സ്പോൺസർ പറഞ്ഞതിന് ശേഷമാണ് സർക്കാർ അനുമതി കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് സർക്കാർ ഇതിനു വേണ്ടിയിട്ട് അർജന്റീന ടീമിന് വേണ്ടിയിട്ടോ അർജന്റീനക്ക് വേണ്ടിയിട്ടോ ഒരു പൈസയും സർക്കാർ ഫണ്ടിൽ നിന്ന് ചെലവാക്കിയിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ശരി ഷറഫിന്, ഒറ്റ കാര്യം കൂടി. ഈ 126 കോടി പണം അയച്ചതിൽ വിദേശ വിനിമയ ചട്ട ലംഘനം മുതൽ കള്ളപ്പണം വെളുപ്പിക്കൽ വരെ ആരോപിക്കുന്ന ഒരു റിപ്പോർട്ട്, അതേക്കുറിച്ച് എന്ത് പറയുന്നു? അല്ല, ഒരു കമ്പനി വിദേശത്തേക്ക് പണം അയക്കുമ്പോൾ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റ് അനുമതി വാങ്ങിയിട്ടുണ്ടാവും. ഈ കാര്യത്തിലും സെൻട്രൽ ഗവൺമെന്റ് അനുമതി വാങ്ങിയിട്ടുണ്ട്, നിയമപരമായിട്ടുള്ള ടാക്സ് അടച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. റിസർവ് ബാങ്കിന്റെ അനുമതിയല്ലേ വേണ്ടത്? റിസർവ് ബാങ്കിന്റെ അനുമതിയാണ് വാങ്ങിയിട്ടുണ്ട്. റിസർവ് ബാങ്ക്, സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ റിസർവ് ബാങ്ക് പണം അയക്കാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ ഇത് രണ്ടും വാങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്.